പത്തനംതിട്ട കോന്നിയിലെ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ എത്തിച്ചു. 4 പേരുടെയും മൃതദേഹങ്ങൾ പള്ളി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്ക് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകും. മിഥുൻ അയ്യപ്പൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, എത്ര സമയം വരെയാണ് ഈ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം ഉണ്ടാവുക? 12 മണി വരെയാണ് ഇപ്പോൾ പൊതുദർശനവുമായി ബന്ധപ്പെട്ട സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 8:15 കൂടിയാണ് അതാത് വീടുകളിൽ നിന്ന് ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് എത്തിച്ചത്. പള്ളിക്ക് സമീപമുള്ള പള്ളി ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി വെച്ചിട്ടുള്ളത്. മല്ലശ്ശേരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പേരുടെയും മൃതദേഹം ഇപ്പോൾ അവിടെ പൊതുദർശനത്തിനായി എത്തിച്ചു കഴിഞ്ഞു. വൈദികരും അതുപോലെ തന്നെ പള്ളി അധികൃതരുമെല്ലാം ഇപ്പോൾ അത്തരം കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കാർമ്മികത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഇവരുടെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ പുറത്ത് അതിന്റെ ക്യൂ റോഡിലേക്കും നീണ്ടു നിൽക്കുകയാണ്. നമുക്കറിയാം, വലിയ ആഘാതമാണ് ഇവരുടെ ഒരു വിയോഗം, ആകസ്മികമായിട്ടുള്ള ഒരു വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വിയോഗത്തിൽ താങ്ങാനാവാത്ത ദുഃഖമാണ് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ ഈ പൊതുദർശനം 10 മണിയോടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് നടക്കുക. സംസ്കാര ചടങ്ങുകൾക്ക് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തയുടെ സാമൂഹ്യത്തിലായിരിക്കും നടക്കുക. 12 മണി വരെ പൊതുദർശനം നടക്കുകയും അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി സെമിത്തേരിയിലേക്ക് കടക്കുകയും ശുശ്രൂഷകൾ പള്ളിയിൽ വെച്ച് നടക്കുകയും ചെയ്യും. അതിനുശേഷമാണ് സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്ന ചടങ്ങുകൾ നടക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾക്ക് തന്നെയാണ് ഈ പള്ളി അങ്കണം ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അവരെ അടുത്തറിയാവുന്ന ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ബാഷ്പാഞ്ജലികളുമായാണ് ഈ ക്യൂവിലെല്ലാം തന്നെ പൊതുദർശനത്തിന് വേണ്ടി നിരന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആഘാതം ഇവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ളതാണ്. കാരണം നവംബർ 30-ന് ഇവരുടെ വിവാഹം കഴിഞ്ഞ ആ സമയത്ത് വളരെ ആഘോഷപൂർവ്വം തന്നെയായിരുന്നു ഈ നാട്ടുകാർ അതിൽ പങ്കെടുത്തത്. അന്ന് വളരെ സന്തോഷത്തോടെയും പുഞ്ചിരിയോടും കൂടി ഈ ചടങ്ങുകൾ നടത്തിയിരുന്ന, അല്ലെങ്കിൽ വിവാഹ ചടങ്ങുകൾ ഓടി ആ തിരക്കുകളിലെല്ലാം അമർന്നിരുന്ന അതായത് ഈ നവദമ്പതികളുടെ പിതാക്കന്മാരായിട്ടുള്ള മത്തായി ഈപ്പനും ബിജു പി ജോർജും ഈ സമൂഹത്തിൽ വളരെയേറെ ഇടപെടലുകൾ നടത്തുകയും പൊതുജനങ്ങളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരുമായിരുന്നു. അത്തരത്തിൽ ആണ് അവരെ ഈ നാട്ടുകാർക്ക് അറിയാവുന്നത്. എല്ലാവിധത്തിലുള്ള പരിപാടികളിലും പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാടികളിലും എല്ലാം തന്നെ സജീവമായി തന്നെയാണ് ഇവരുണ്ടായിരുന്നത്. ഒരേ ഇടഭാഗങ്ങളായിരുന്നു. ഒപ്പം തന്നെ ഈ നവദമ്പതികളായിട്ടുള്ള ഇതിലേപ്പെട്ട അതുപോലെ തന്നെ അനുമായി തന്നെ വളരെ രീതിയിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു. ഉയർന്ന അംഗങ്ങളായിരുന്നു. അത്തരത്തിൽ അവരുടെ പ്രണയവുമെല്ലാം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് അവർ നവംബർ 30-ാം തീയതി വിവാഹത്തിലാവുകയും പക്ഷേ 15 ദിവസം മാത്രമേ അവർ ഈ ദാമ്പത്യം അതിനു മുമ്പേ അതിന്റെ അവരെ തട്ടിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരും എല്ലാം തന്നെ പറയുന്നത്. ഏറെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ ഈ മല്ലശ്ശേരി ഗ്രാമം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ അടുത്തറിയാവുന്നവരും അതുപോലെ തന്നെ ഈ വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നതെല്ലാം ആദ്യഘട്ടത്തിൽ അവർക്ക് മൃതദേഹങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇത്തരത്തിൽ ബന്ധുക്കൾ, വിദേശത്തുള്ള ബന്ധുക്കൾക്ക് കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർ എത്തുന്നതിന് വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് അതിനുശേഷം ഇന്നാണ് മൃതദേഹം പുറത്തെടുക്കുന്നതും മറ്റുള്ളവർക്കും കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെല്ലാം ഇന്ന് ഇവർക്ക് ഈ നാടിന്റെ സുഹൃത്തുക്കളായിരുന്ന, നാടിന്റെ മക്കളായിരുന്ന ഇവരെ 4 പേരെയും ഇത്തരത്തിൽ അവർക്ക് അന്ത്യയാത്ര ചൊല്ലുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ ഈ പള്ളിമുറ്റത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും 4 പേരുടെയും ഭൗതികദേഹങ്ങൾ പള്ളിയിൽ എത്തിച്ച് പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി മിഥുൻ. 4 പേരുടെയും പൊതുദർശനം ഒരുമിച്ച് പള്ളി ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. 12 മണിയോടുകൂടിയാണ് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ